ഹായ് ആൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു സൈക്വസ്റ്റ. അപ്പോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കോളജിയിലെ പ്രോജക്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ വൈവ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നാണ്. പലരും നല്ല വൃത്തിക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടാൻ പോകുന്നത് വൈവയുടെ സമയത്തായിരിക്കും. കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അവെയർ അല്ല. ആൻഡ് ഓൾസോ ശരിക്കും ഡിഗ്രി ലെവലിൽ നിങ്ങളെ കൊണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാം, അതിന് ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്. കാരണം പി ജിക്ക് നിങ്ങൾക്ക് ഡിസർട്ടേഷൻ ചെയ്യാനുണ്ടാവും. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ഫോർ PhD, ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് PhD-യിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സോ ഒരു പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഡിസർട്ടേഷനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഒരു ഡിസർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊന്നും സ്വീകാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് വൈവ. അപ്പോ ബിഫോർ ഐ സ്റ്റാർട്ട്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. ആസ് എ സൈക്കോളജിസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും വിമനും കടന്നു വരുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ഒരു വനിതാ ദിനത്തില് എന്നോട് ചോദിക്കുകയാണ്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു വിമൻ അവർക്ക് എന്താണ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ പറയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആണ്. വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഞാൻ പറയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി തന്നെയാണ് എന്ന്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറയുമ്പോൾ ജോലി ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് എപ്പോഴും കേസ് വരാറുണ്ട്, നല്ല പൊസിഷനിൽ ജോലി ഇരിക്കുന്നവരും അവരുടെ ശമ്പളം കൈകാര്യം ചെയ്തത് ഇപ്പോഴും ഹസ്ബൻഡോ അല്ലെങ്കിൽ മകനോ ഒക്കെ ഉള്ള അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്, അച്ഛനോ ഒക്കെ ഉള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങൾ അധ്വാനിക്കാനും കാശുണ്ടാക്കാനും നിങ്ങളാൽ തന്നെ ചെലവഴിക്കാനുമുള്ള അവസരം, അതിനെയാണ് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയും. അവിടെ ആണ് നമുക്കൊരു ലൈഫിനോട് തന്നെ ഒരു ധൈര്യം വരിക കേട്ടോ മക്കളെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നമുക്ക് സഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ല. പലപ്പോഴും പല ഫാമിലി കേസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാം ഗതികേട് കൊണ്ടാണ്. കാരണം മക്കളെയും കൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സ്വയം എന്ത് ചെയ്യും എന്നറിയാത്തത് കൊണ്ടാണ് ഈ ഒരു ലൈഫിൽ തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറയാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിമ്പത്തറ്റിക്കലി ആണെങ്കിൽ നമുക്കൊരു സങ്കടം വരുന്ന കാര്യം തന്നെയാണ്. അതിൽ തന്നെ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗേൾസ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാത്തതും സൈക്കോളജി സ്റ്റുഡൻസ് തന്നെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, നൂറുകണക്കിന് കുട്ടികളാണ് PG കഴിഞ്ഞ് ഇറങ്ങുന്നത്. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുകയാണ്, എത്ര സൈക്കോളജിസ്റ്റ് ഉണ്ട് നിങ്ങളുടെ പ്രദേശത്ത്? നിങ്ങളുടെ സ്വന്തം പ്രദേശത്ത് എത്ര സൈക്കോളജിസ്റ്റ് ഉണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒട്ടും ഇല്ലാത്തവരൊരു കൈമുക്കാവോ അല്ലെങ്കിൽ നോ എന്ന് പറയാവോ? നോക്ക് എത്ര പേരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ട്, എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. എന്നിട്ടും മെജോറിറ്റിയും പറയുന്നു നോ എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ PG ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, PG കഴിഞ്ഞ എന്റെ എത്രയോ സ്റ്റുഡൻസ് വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് മെയിൻ ആയിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയും, PG കഴിഞ്ഞാൽ നമുക്ക് വെറും ഒരു PG മതി കേട്ടോ സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ. നമുക്ക് വെറും ഒരു PG-യുടെ ആവശ്യമേ ഉള്ളൂ. അത് ഹയർ സ്റ്റഡീസ് ഒന്നും ആവശ്യമില്ല. ഒരു ഡിഗ്രി പ്ലസ് PG, നിങ്ങൾ ഡിഗ്രിയും PG-യും റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് വെറും ഒരു MSc സൈക്കോളജി മാത്രമാണുള്ളത്, BSc and MSc സൈക്കോളജി. ഈ ഒരു സ്ഥാപനം എന്റെ പേരിലാണ്. I'm an entrepreneur, I'm a proud psychologist, I'm a teacher. ഇവിടുത്തെ പ്രശ്നം PG കഴിഞ്ഞാൽ പലരും പഠിപ്പിക്കാൻ മാത്രമാണ് പോകുക. തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്. പഠിപ്പിക്കുന്ന നല്ല കാര്യമല്ല എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് സൈക്കോളജി പഠിപ്പിക്കാനും പോവാം. പക്ഷെ അതിലുപരി നിങ്ങൾക്ക് അതേ സമയം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. എന്ത് നല്ല പ്രൊഫഷൻ ആണെന്നറിയാം നമ്മളത്. കാരണം ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് തന്നെയാവും. നമുക്ക് തുടക്ക സമയത്ത് 1 ഹവറിന് 500 നമ്മൾ മേടിക്കാം. ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 1 ഹവറിന് 1000 മിനിമം നമുക്ക് മേടിക്കാം. ഒരു ദിവസം 4-5 പേഷ്യൻസ് നമുക്ക് കാണാം. 4 എന്തായാലും കാണാം. 4000 രൂപ വെച്ച് ഡെയിലി നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോ നിങ്ങൾ പഠിപ്പിക്കാൻ പോവാണെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഒരു കേസ് ഓൺലൈനോ ഓഫ്ലൈനോ, ശനിയും ഞായറും 1-2 കേസ് പഠിപ്പിക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യലി
എന്ത് ചെയ്യാം, സംഭവിക്കാം. ഇവിടുത്തെ പ്രശ്നം ഒരു പേഷ്യന്റിനെ എങ്ങനെ ഡീല് ചെയ്യണം, എന്താണ് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുമ്പോ ചെയ്യേണ്ടത്, ഏതൊക്കെ തെറാപ്പീസ് ഉണ്ട്, എങ്ങനെ തെറാപ്പി കൊടുക്കാം, ഇതിലൊന്നും നമ്മുടെ എന്തില്ല, ധാരണയില്ല. അപ്പൊ ആ ഒരു ധാരണയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് ആയി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈക്കോളജിയോടൊപ്പം കൂടാം, അഫാസ് വെൽനസിനൊപ്പം കൂടാം. ഞാൻ നിർബന്ധമായിട്ടും പറയാണ്, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഡിഗ്രി സ്റ്റുഡൻസിനോട് ഫ്രം ദ ഫസ്റ്റ് ഇയർ ആണ് ഞാൻ പറയുന്നത്. ഇനി പോട്ടെ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തിരിക്കണം. ഇവിടെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഫാസ് വെൽനസിൽ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. അവരെ കൃത്യം പറഞ്ഞുതരും ഒരു പേഷ്യന്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു പേഷ്യന്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അറ്റ്ലീസ്റ്റ് എത്രയൊക്കെ തെറാപ്പീസ് ഉണ്ട്, അതൊക്കെ അവർക്ക് നിങ്ങൾക്ക് സധൈര്യം പറഞ്ഞുതരാൻ പറ്റും. മക്കളെ, കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇൻബോൺ റൈറ്റ് ഒന്നുമില്ല, സ്കില്ലാണ്. സ്കില്ലിന്റെ പ്രത്യേകത എന്താ, ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോ ഈ ഒരു ചെയറിൽ നാളെ നിങ്ങൾ ഈ ഇരുന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ, ഗംഗാരാജ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ അറഫ നൌഷാദ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, നിസാമോൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഒരു ബോർഡ് നിങ്ങളുടെ വീട്ടിൽ വെക്കണമെങ്കിൽ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഒരു പേഷ്യന്റ് വന്നാൽ യെസ് ഐ കൻ ഹാൻഡിൽ ദിസ്, ഇത് നിങ്ങൾ ഡിഗ്രി ലെവലിൽ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ PG ലെവലിലേക്ക് പോവാം. അഫാസ് വെൽനസിന്റെ ഏപ്രിൽ മെയ് ബാച്ച് അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉറപ്പ് തരാം നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫണ്ട് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരും. അത്രയും കോൺഫിഡന്റ് ആണ്. 500ഓളം കുട്ടികൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഈ ഒരു ദിവസം ഇത് പറയാനുള്ള കാരണം, എന്റെ പിള്ളേർ പണിയില്ലാതിരിക്കരുത്. എനിക്ക് മാത്രം 7 ജില്ലയിൽ നിന്ന് കേസസ് ഉണ്ട്. 7 ജില്ലയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് കേസ് എടുക്കുന്നുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ജില്ലകളിൽ നിന്നും അബ്രോഡ് നിന്നും ഓൺലൈനും ഉണ്ട്. ഇത് കുറഞ്ഞിട്ടാണ്, അതായത് ലഭ്യത ഇല്ലായിട്ടാണ്. നല്ല ഫീൽഡാണ്, നമ്മൾ അത്രയും ആവശ്യമുണ്ട്. ഇന്നലെ എനിക്കൊരു കേസ് വന്നത് US നിന്നാണ്. അങ്ങനെ മലയാളികൾക്ക് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് അബ്രോഡ് പോയാലും വി ആർ ദ ഓപ്ഷൻ, ഒൺലി ഓപ്ഷൻ. സോ നമ്മൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നമ്മളത്. സോ അതിന്റെ ആ ബ്യൂട്ടി നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് ഓൾസോ 5 കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് മൾട്ടിപ്പിൾ അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രാക്ടിക്കൽ, സെം എക്സാം, ഇയർ എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോ സൈക്കോളജി സ്റ്റുഡൻസും പുറത്തിറങ്ങുന്നത്. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. വെറുതെ ആക്കരുത്. അപ്പോ ഭാവിയിലെ നല്ല സൈക്കോളജിസ്റ്റുകളാവാൻ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഐ മീൻ ഈ തേർഡ് ഇയർ ഒക്കെ തീരാറാകുമ്പോഴത്തേക്ക് വന്ന് ഇന്റേൺഷിപ്പ് ചെയ്ത കുഴപ്പമുണ്ടോ? അതായത് ഞാനിപ്പോ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന, എപ്പോ വേണമെങ്കിലും ചെയ്യാടാ. നമ്മൾ എല്ലാ മാസവും ഇന്റേൺഷിപ്പ് ഉണ്ട്. അതല്ല മാം, കാരണം എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഞാൻ മാമിന്റെ സ്റ്റുഡന്റ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാ. എനിക്കിപ്പോ ആ ഒരു 15 days കണ്ടിന്യൂസ് ലീവ് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, ഡിഗ്രി സ്റ്റുഡൻസിന് ഐ സജസ്റ്റ് 1 month ഇന്റേൺഷിപ്പ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 1 month 15 days വളരെ ബേസിക് ആണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. 1 month ആകുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ്, പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ, നിങ്ങൾക്ക് പേഷ്യൻസിന്റെ കേസ് എടുക്കാനുള്ള അവസരം. കാരണം പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചൊക്കെ പ്രായോഗികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോ മാക്സിമം 1 month തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഏപ്രിൽ മെയ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 1 month തന്നെയാണ്. അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് കേട്ടോ. ഇനി താല്പര്യമുള്ളവർക്ക് 50 സീറ്റ് ആണുള്ളത്. ഓൾറെഡി 20 സീറ്റ്സ് നമുക്ക് ബുക്കാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ ചെയ്ത അഫാസ് വെൽനസിന്റെ ഇൻസ്റ്റാ പേജ് പോയി നോക്കിയാൽ നമ്മുടെ ചെയ്ത കുട്ടികളെയും അതുപോലെ എങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊക്കെ വിടാ. നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. നമ്മളത് ഡിസർട്ടേഷൻ. എല്ലാവരും ഡിസർട്ടേഷൻ, ഐ മീൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. എല്ലാവരും ഡിസർട്ടേഷൻ കംപ്ലീറ്റ് ആക്കിയോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാരോടാണ്. ആൻഡ് ഓൾസോ ഇഗ്നോ എത്ര പേര് കംപ്ലീറ്റ് ആക്കി? നിങ്ങളുടെ എക്സാംസ് അപ്കമിങ് ആണല്ലോ, കംപ്ലീറ്റ് ആക്കിയില്ല എല്ലാവരും?
ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെസർട്ടേഷന് ടൈം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഗൈഡിന് തന്നെ കിട്ടിയിട്ടില്ല. ഓ അല്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്നവരോടാണ് ചോദിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഐ മീൻ ഈ ഒരു മാർച്ചിൽ എക്സാം എഴുതാൻ പോകുന്നവര് ഒന്ന് പറയാമോ? കംപ്ലീറ്റ് ആയില്ലേ നിങ്ങളത്? ആയിട്ടില്ലേ? ആയവരില്ലേ ഇതില്? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് 10 to 20 ഇടയിൽ എക്സാം വരും കേട്ടോ. അപ്പൊ ഇഗ്നോന് ഗൈഡ് പോലും കിട്ടിയിട്ടില്ല. എന്തോ കിട്ടിയില്ല? ഇഗ്നോന് ഡെസർട്ടേഷൻ ചെയ്യാനുള്ള ഗൈഡ് പോലും അല്ല, ഇഗ്നോക്കാർക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ ഒരുമിച്ച് ഇട്ടെന്ന് മാത്രമാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാരോടാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് അവർക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാർ ഒരു ഹായ് പറയാമോ? എനിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവേണ്ട. ഒരു ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫുൾ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ഇന്നിപ്പോ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ റെലവൻസ് ഓഫ് യുവർ സ്റ്റഡി? എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് നിങ്ങൾ എടുത്തത്? എന്താണ് പ്രോജക്റ്റ് റിസർച്ച് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്? ഒരു വിഷയത്തിൽ ഒരു ന്യൂ നോളജ് നിങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അതായത് ചിലപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു വിഷയമായിരിക്കാം. അതിലൊരു ന്യൂ നോളജ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകും. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് എടുത്തത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. അപ്പൊ എന്റെ ഡിഗ്രി പ്രോജക്റ്റ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എന്റെ ഡിഗ്രി ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് സെൽഫ് കമ്പാഷനും ഡിസ്ട്രസ് ടോളറൻസും ഓൺ എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് എമംഗ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ഞാൻ ചെയ്തിട്ടുള്ള ഡിസർട്ടേഷൻ ആണ്. എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50 മാർക്കായിരുന്നു ഡിസർട്ടേഷന് കിട്ടിയിട്ടിരുന്നത്. ബിക്കോസ് എനിക്ക് വൈവയിലാണ് ഈ മാർക്ക് കിടക്കുന്നത് കേട്ടോ. വൈവ വളരെ വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഐ ഹാവ് ആൻസർ. ബിക്കോസ് എന്റെ പ്രോജക്റ്റിനെ പറ്റി എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. കാരണം വൈവയ്ക്കൊക്കെ ഒരു 50 കിട്ടിയാൽ നമ്മളെ പെർസെന്റേജ് നന്നായിട്ട് കൂടും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സിലായിരുന്നു. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പല കുട്ടികളും എന്നോട് ഒന്ന് മിസ്സേ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മളുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ കളക്ട് ചെയ്ത് വെച്ചാൽ അവർ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തു തരൂല. ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ കോൺടാക്ട്സ് ഉണ്ടാക്കി അവരായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് അവരുടെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സെൽഫ് കമ്പാഷൻ, എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹമാണ് സെൽഫ് കമ്പാഷൻ. ഡിസ്ട്രസ് ടോളറൻസ്, ഡിസ്ട്രസ് അതായത് സ്ട്രെസ്, ചീത്ത സ്ട്രെസ്സിനെ ഡിസ്ട്രസ് വിളിക്കുക. ഡിസ്ട്രസ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ്, അത് എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസിന് എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസിന് കാരണമായിട്ടുണ്ടോ ട്രാൻസ്ജെൻഡർ പീപ്പിളിൽ എന്നായിരുന്നു എന്റെ ടോപ്പിക്. സെൽഫ് കമ്പാഷനും ഡിസ്ട്രസ് ടോളറൻസും എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ഇതായിരുന്നു എന്റെ ഒരു പ്രോജക്റ്റ്. അപ്പോ ഞാൻ കണ്ടെടുത്തോളം എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് വളരെ കുറവായിരുന്നു ട്രാൻസ്ജെൻഡർ പീപ്പിൾ. എക്സ്പീരിയൻസ് കാരണമുള്ള അവോയ്ഡൻസ്. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? അവരോടുള്ള സെൽഫ് കമ്പാഷനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഞാൻ ഒരു മോളിൽ പോയപ്പോ കണ്ടു ഒരു ട്രാൻസ്ജെൻഡറിനെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും സെൽഫ് കമ്പാഷൻ ഉണ്ടായിട്ടും ഇത്രയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇവർ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്തില്ല? ഒന്നും ഇവരെല്ലാം മുഖ്യധാരയിൽ ഇപ്പൊ ഉണ്ട്, അവോയ്ഡ് ചെയ്തില്ല. അവർക്ക് അവരോടുള്ള ഇഷ്ടമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. സെൽഫ് കമ്പാഷൻ. പിന്നെ കുറെ ഡിസ്ട്രസ്. ഈ ഒരു ട്രാൻസ്ജെൻഡർ പീപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ചെറുപ്പം തൊട്ട് ഇവരുടെ സ്വത്വം തിരിച്ചറിയുന്നത് ഇവര് ഭയങ്കരമായിട്ടും അനുഭവിക്കും. കാരണം സമൂഹം അത്രയും വരെ ബാഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഡിസ്ട്രസ് ടോളറേറ്റ് ഒക്കെ ചെയ്തിട്ടാണോ എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് ഇവർക്ക് ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാവാത്തത്? ഇതൊരു ഡൗട്ടായിരുന്നു എനിക്ക്. ഇതിലേക്ക് ഞാൻ എത്താനുള്ള ഒരു സ്റ്റോറി കൂടി ഞാൻ എന്റെ എക്സ്പെരിമെന്ററിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റേണലിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ധായമ്മ കൈ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട് ഹിജിഡ കൾച്ചറിൽ. ധായമ്മ കൈ ഇപ്പൊ ചെയ്യുന്ന SR സർജറി, അതായത് SR സർജറി എന്ന് പറഞ്ഞാല് നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സർജറിക്കാണ് SR സർജറി എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷനായും പുരുഷൻ സ്ത്രീ ആവും. പണ്ട് ഈ സർജറിക്ക് പകരം ഒരു ആചാരമായിരുന്നു ഹിജഡ കൾച്ചറിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം ആണ് പെണ്ണാവുന്നതിന് വേണ്ടിയിട്ട് പെനീസിൽ കറുത്ത ചരട് ചുറ്റും.
ടൈറ്റ് ആയിട്ട്, എന്നിട്ട് നടത്തിക്കും. അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് അപ്പം ഒരു കത്തി നല്ല തിളച്ച എണ്ണയിലിട്ട് ചൂടാക്കും. എന്നിട്ട് ആ കത്തി വെച്ചിട്ട് ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത പെനീസ് ഒഴിവാക്കുക. എന്നിട്ട് സ്ത്രീ ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ് ഈ ധായമ കൈ എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന ആളെയാണ് ധായമ എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ വേറൊരു കോൺട്രവേഴ്സി കൂടി ഉണ്ട്. 6 അടി കുഴി അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ആള് തട്ടിപ്പോവാണെങ്കിൽ ഈ ആൾ അതിലെടുത്ത് കുഴിച്ചിടും, അല്ലെങ്കിൽ ഈ പെനീസ് അതിലെടുത്ത് കുഴിച്ചിടും. ഇത്രയും, അതായത് മരിക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ധായമ കൈ അവര് ചെയ്യാനുള്ള കാരണം അവർക്ക് സ്ത്രീ ആവാൾ അത്രയും ആഗ്രഹം കൊണ്ടാണ്. സെൽഫ് കമ്പാഷൻ. കാരണം രണ്ടും അല്ലാതെ ആയിട്ട് അവർ കുറെ ഡിസ്ട്രസ് അനുഭവിച്ചിട്ടുണ്ടാവാം. ഡിസ്ട്രസ് ടോളറൻസ്, അതാണ് എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ്. അവിടെ ഈ എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവർ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നൊരു ഹൈപ്പോത്തസിസ് എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ദിസ് വാസ് മൈ സ്റ്റോറി ബിഹൈൻഡ് മൈ പ്രോജക്റ്റ്. സോ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ 2 or 3 എന്താണ് വേരിയബിൾസ് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊരു സ്റ്റഡി ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം എന്നൊരു ആൻസർ നിങ്ങൾ എന്തായാലും കണ്ടെത്തി വെക്കണം. ബിക്കോസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വൈവയിൽ ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റഡി ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ആലോചിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്നെ പോലെ ഒരു കഥയൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ വേണം. Why you choose your study? Okay ആണോ? Okay ആണോ? പറഞ്ഞേ, എല്ലാരും പറയണേ. ഓക്കെ മാം. ഓക്കെ. ഓക്കെ. സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ വേരിയബിൾസിനെ പറ്റിയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. എല്ലാ വൈവയിലും ഞാൻ കേട്ടെടുത്തോളം വേരിയബിളിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. വേരിയബിളിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വേരിയബിൾ എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് വേരിയബിൾ? അപ്പൊ വേരിയബിൾ എന്താന്ന് ചോദിച്ചാൽ വാരി ചെയ്യുന്നത് എന്തോ അതാണ് വേരിയബിൾ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. വാരി ചെയ്യുന്നത് എന്തോ അതാണ് വേരിയബിൾ. അതായത് ഒരു ഇവന്റോ ഒരു സബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന വാരി ചെയ്യുന്ന ഇവന്റ് ഒബ്ജക്ട് എന്തുമാവട്ടെ അതാണ് വേരിയബിൾ. വാട്ട് ഇസ് വാരി? മാറാൻ സാധ്യതയുള്ള എന്തോ ആവട്ടെ അതാണ് വേരിയബിൾ. വേരിയബിൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് വേരിയബിൾ. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ ചോദിക്കാന്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ IV എന്ന് പറയും. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, DV എന്ന് പറയും. ഇന്റർവീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ കൺഫൗണ്ടിങ് വേരിയബിൾ എന്നൊക്കെ പറയും. ഈ 3 എണ്ണമാണ് മെയിൻ ആയിട്ട്. അതിൽ ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റ് ആണ് മെയിൻ ആയിട്ട് എന്താണെന്ന് ചോദിക്കാം. ഇത് ചോദിക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആർ ദ വേരിയബിൾ വി മാനിപ്പുലേറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താല് അവർ ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താ? Yes, independent variable are the variables which an experimenter select or manipulate. ഒരു എക്സ്പെരിമെന്റർ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ വിച്ച് എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ്സ് ഓർ സെലക്ട് ഫോർ ദ സ്റ്റഡി. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പം ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടോ? ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നമുക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് ലാബിൽ വെച്ച് 10 കുട്ടികളെ ഓൺലൈൻ സ്റ്റഡി വേണ്ടി കൊടുക്കാം. അതാണ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഒരു ആക്സിഡന്റ് കാണുമ്പോൾ എന്താണ് പബ്ലിക്കിന്റെ റിയാക്ഷൻ? നമുക്ക് വേണമെങ്കിൽ ഒരു ആക്സിഡന്റ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ കോവിഡ് കാരണം ലോൺലിനെസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ കോവിഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റർ ഒരു സ്റ്റഡിക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തതോ സെലക്ട് ചെയ്തതോ ആയിട്ടുള്ള വേരിയബിൾ ആണ്. ആൻഡ് വാട്ട് ഈസ് dependent variable? Dependent variable are the variables which vary
അക്കോർഡിംഗ് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന് അനുസരിച്ചാണ് ഇവ മാറുകയോ കൂടുകയോ ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ ഓൺലൈൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റഡി ആണ് എന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിൽ ഡിപെൻഡന്റ് ആയിട്ട് ഞാൻ എന്താണ് ആൻസൈറ്റി, ലോൺലിനെസ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ആൻസൈറ്റിയോ ലോൺലിനെസ്സോ ആണ്. അതായത് ഈ ഓൺലൈൻ സ്റ്റഡി കാരണം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് രണ്ടെണ്ണം. അതാണ് എന്ത് ഡിപെൻഡന്റ് വേരിയബിൾ. അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അനുസരിച്ച് വാരി ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇത് രണ്ടും എന്താണ് നമുക്ക് കറക്റ്റ് മനസ്സിലായിരിക്കണം. നമ്മളെ സ്റ്റഡിയില് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണെന്നും ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണെന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ വാട്ട് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ദ വേരിയബിൾ വിച്ച് എക്സ്പെരിമെന്റർ select or manipulate, and the variable which vary according to independent variable is known as dependent variable. പിന്നെ നിങ്ങളെ സ്റ്റഡിയില് ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഏതാന്നുള്ള കറക്റ്റ് ധാരണയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? എല്ലാരും എന്ന് പറഞ്ഞേ. ഓക്കെ മാം. ഓക്കെ മാം. വെരി ഗുഡ്. ഇനി അടുത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്ട്രീനിയസ് വേരിയബിൾ എന്താണെന്നുള്ളത്. എക്സ്ട്രീനിയസ് വേരിയബിൾ അതായത് ഇൻഡിപെൻഡന്റിനെ പോലെ ഇരിക്കുന്ന ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന എന്താണ് നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമില്ലാത്ത വേരിയബിൾ. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ. നോക്കിയേ, ഓൺലൈൻ സ്റ്റഡി പോലെയുള്ള ഒരെണ്ണം തന്നെയാണ് സോഷ്യൽ മീഡിയ. ഇൻഡിപെൻഡന്റിനെ പോലെയുള്ള ഈ സോഷ്യൽ മീഡിയ കാരണം ആൻസൈറ്റിയും ലോൺലിനെസ്സും ഉണ്ടാവാം, ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാം. പക്ഷെ എനിക്ക് ഓൺലൈൻ സ്റ്റഡി മാത്രം മതി, സോഷ്യൽ മീഡിയ വേണ്ട. സോ സോഷ്യൽ മീഡിയ ഈ ഓൺലൈൻ പോലെ തന്നെ കിടക്കുന്നതാണ്, പക്ഷെ നമുക്ക് വേണ്ടാത്തതാണ്. സോ എക്സ്ട്രീനിയസ് വേരിയബിൾ ഷുഡ് ബി കൺട്രോൾഡ്. ഒരു സ്റ്റഡിയിൽ ഏറ്റവും വേണ്ടത് എന്താണ്? എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനാണ്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഇൻഡിപെൻഡന്റിനെ പോലെ ഇരിക്കുന്ന ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന പക്ഷെ എക്സ്പെരിമെന്റർക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കൺട്രോൾ ചെയ്യപ്പെടേണ്ട വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ. എല്ലാ സ്റ്റഡിയിലും എക്സ്ട്രീനിയസ് വേരിയബിൾ ഉണ്ടായിക്കൊള്ളുന്നു യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷേ there are chances. അപ്പൊ ഇൻഡിപെൻഡന്റിനോട് സാമ്യമുള്ള ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന, ഡിപെൻഡന്റിനെ വാരി ചെയ്തേക്കാവുന്ന, ഡിപെൻഡന്റിനെ അതായത് ഇൻഡിപെൻഡന്റ് പോലെ തന്നെ ഡിപെൻഡന്റിനെ വാരി ചെയ്തേക്കാവുന്ന വേരിയബിൾസ് വിച്ച് എക്സ്പെരിമെന്റർ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ആൻഡ് ഷുഡ് ബി കൺട്രോൾഡ്. അത്തരത്തിലുള്ള വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയും. ഡെഫിനിഷൻ ആയിട്ട് ഞാൻ തരാം. ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾ പറയരുത് കേട്ടോ. അതായത് ദ വേരിയബിൾ which can affect dependent variable and is similar to independent variable and the variable should be controlled is known as extraneous variable. ഇൻഡിപെൻഡന്റിനെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റുമായി സാമ്യമുള്ള ഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിച്ചേക്കാവുന്ന എന്നാൽ എക്സ്പെരിമെന്റർക്ക് താല്പര്യവുമില്ല, കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. The variable which are very similar to independent variable which can affect or vary dependent variable and the experiment is not interested in that variable and it should be controlled which is known as extraneous variable. ഇൻഡിപെൻഡന്റിനോട് സാമ്യമുള്ള ഡിപെൻഡന്റ് കേട്ടോ. ഇൻഡിപെൻഡന്റ് ഓൺലൈൻ സ്റ്റഡി പോലെ ഇരിക്കുന്ന ഒരു വേരിയബിൾ ആണ് സോഷ്യൽ മീഡിയ. ഇത് ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാം. ആൻസൈറ്റി ലോൺലിനെസ്സും സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാവാം. പക്ഷെ സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യമില്ല. സോഷ്യൽ മീഡിയ നമ്മൾ കൺട്രോൾ ചെയ്യണം. അത്തരത്തിലുള്ള വേരിയബിളിനെയാണ് എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ
ഒന്ന് നിങ്ങളുടെ സ്റ്റഡിയുടെ റെലവൻസ് ചോദിക്കും, രണ്ടാമത് വേരിയബിൾസ് ഈ മൂന്നെണ്ണം ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് അതാണ് ഓൾസോ എക്സ്ട്രീനിയസ് വേരിയബിൾ ചോദിക്കും. നിങ്ങളെ സ്റ്റഡിയിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, എക്സ്ട്രീനിയസ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കും. ഇനി ഫസ്റ്റ് പേജ് മിക്കവാറും അബ്സ്ട്രാക്ട് ആയിരിക്കും വരിക, അത് നിങ്ങളുടെ സ്റ്റഡീനെ പറ്റിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നിങ്ങളുടെ സ്റ്റഡീനെ പറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രീനിയസ് വേരിയബിൾ. നിങ്ങളുടെ സ്റ്റഡിയുടേത് ഏതൊക്കെയാണ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ടൂള്, ആ ക്വസ്റ്റ്യനെയറുകൾ. ക്വസ്റ്റ്യനെയർസ് അല്ല എല്ലാവരും ഉപയോഗിക്കുക, മിക്കവാറും ക്വസ്റ്റ്യനെയർസ് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുക. സൈക്കോളജിക്കൽ മെറ്റീരിയൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ആരും ഉപയോഗിച്ച് സാധാരണ ചെയ്യാറില്ല. മിക്ക ആളുകളും ക്വസ്റ്റ്യനെയർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യനെയർ ഏതാണ്, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യനെയർ ആര് ഡെവലപ്പ് ചെയ്താണ്. ഇപ്പൊ എന്റെ സ്റ്റഡിയിലാണെങ്കിൽ ഞാൻ 3 ക്വസ്റ്റ്യനെയർ എടുത്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യനെയർ നടന്നത് ഏതൊക്കെയാണ്? അക്സെപ്റ്റൻസ് ആൻഡ് ആക്ഷൻ ക്വസ്റ്റ്യനെയർ 2 ഉണ്ടായിരുന്നു, സൈമൺസ് ആൻഡ് ഗാർനർസ് ഡിസ്ട്രസ് ടോളറൻസ് സ്കെയിൽ ഉണ്ടായിരുന്നു, സെൽഫ് കമ്പാഷണർ സ്കെയിൽ ഉണ്ടായിരുന്നു. ഈ 3 സ്കെയിലിന്റെ പേരും അതാരാണ് ഡെവലപ്പ് ചെയ്തത് ഇയർ ഉണ്ടെങ്കിൽ അത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങള് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, മിക്കവാറും SPSS യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക സോഫ്റ്റ്വെയർ, ഏത് വേർഷൻ ആണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മാത്രം പോരാ, ഏത് സ്റ്റാറ്റിക് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അനാലിസിസ് ചെയ്തത് എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എന്താണ്, അതിന്റെ മുന്നേ ഹൈപ്പോത്തസിസ് കൂടി വേണേ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാട്ടോ. ഒന്ന് നിങ്ങളുടെ സ്റ്റഡിയുടെ റെലവൻസ്, രണ്ടാമത്തത് വേരിയബിൾസ്, നിങ്ങളുടെ സ്റ്റഡിയുടെ വേരിയബിൾസ്. എന്തൊക്കെ വേരിയബിൾസ്? നിങ്ങളുടെ സ്റ്റഡിയുടെ ഇൻഡിപെൻഡന്റ് വേരിയബിള്, നിങ്ങളുടെ സ്റ്റഡിയുടെ ഡിപെൻഡന്റ് വേരിയബിള്, നിങ്ങളുടെ സ്റ്റഡിയുടെ എക്സ്ട്രീനിയസ് വേരിയബിള്. അതിന് കൂടാതെ എന്താണ് ഇൻഡിപെൻഡന്റ്, എന്താണ് ഡിപെൻഡന്റ്, എന്താണ് എക്സ്ട്രീനിയസ് എന്നുള്ള ഡെഫിനിഷൻ കൂടെ. ഓക്കെ. മൂന്നാമത് നിങ്ങളുടെ സ്റ്റഡിയുടെ ഹൈപ്പോത്തസിസ് എന്തൊക്കെയായിരുന്നു. എന്താണ് ഹൈപ്പോത്തസിസ്? നമ്മളെ ടെൻഡേറ്റീവ് ആൻസർ എന്ന് പറയും ഹൈപ്പോത്തസിന്. ഒരു സ്റ്റഡി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കും, ആ സ്റ്റഡിയുടെ ആൻസർ കണ്ടെത്തി വെക്കും. പിന്നെ ഈ ആൻസർ ശരിയോ തെറ്റോ, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നാണ് നമ്മൾ തീരുമാനിക്കാം, അല്ലെ? എല്ലാ സ്റ്റഡിക്കും നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് മുൻകൂട്ടി കണ്ടെത്തിക്കും. ഈ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്റ്റഡിക്ക് എത്ര ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓരോ ഹൈപ്പോത്തസിസും ഏതൊക്കെയാണ്, ഏതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഏതൊക്കെ റിജക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണബോധ്യം ഉണ്ടായിരിക്കണം. നാലാമത്തത് മെത്തഡോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. മെത്തഡോളജിയിൽ വരുന്ന ഒരു കാര്യം വെച്ചാല് മെയിൻ നിങ്ങൾ ഏത് ടൂളാണ് യൂസ് ചെയ്തത്, അതായത് മെയിൻ ആയിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യനെയർ നിങ്ങൾ യൂസ് ചെയ്തു, ഏതൊക്കെ ക്വസ്റ്റ്യനെയർ നിങ്ങൾ എടുത്തു, ആ ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്ത ആരാണ്, അതിന്റെ റെലവൻസ് അല്ലെങ്കിൽ റിലയബിലിറ്റി, വാലിഡിറ്റിനെ ഒക്കെ പറ്റി നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അതൊക്കെ നിങ്ങളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തേ വേണം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സാമ്പിൾ. നിങ്ങൾ ആരെയാണ് സാമ്പിൾ ആയിട്ട് എടുത്തത്, അതായത് പോപ്പുലേഷൻ സാമ്പിളും നമ്മൾ ഡിഫറൻസും ചോദിക്കാം. നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്ന ഹോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹോൾ ആയിട്ട്. അപ്പം കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിലാണ് ഞാൻ സ്റ്റഡി നടത്തിയത്. കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിലാണ് എന്റെ സ്റ്റഡി ഉണ്ടായിരുന്നത്. അത് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ പീപ്പിൾ ആയിരുന്നു എന്റെ പോപ്പുലേഷൻ. അതില് 72 പേരെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. സോ ആ 72 പേരാണ് എന്റെ സാമ്പിൾസ്. അതായത് എത്ര പേരെ ഞാൻ സ്റ്റഡിക്ക് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ മൊത്തം ആളുകളെ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല, പോപ്പുലേഷൻ മൊത്തം. സോ നമ്മൾ ചൂസ് ചെയ്യുന്നവരാണ് സാമ്പിള്. അവിടെ സാമ്പിളിനെ ചോദിക്കുന്ന സമയത്തും നിങ്ങൾ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിച്ച സാമ്പിളിംഗ് ടെക്നിക് ഏതാണെന്നും കൂടി ചോദിക്കും. ഒരുപാട് സാമ്പിൾ ടെക്നിക് ഉണ്ട്, റാൻഡം സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്. ഏത് സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സാമ്പിള്, ഈ സാമ്പിൾ ആരാണ്, ഈ സാമ്പിളിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ഏത് രീതി, ഏത് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാം. മൂന്നാമതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അനാലിസിസിനെ പറ്റിയിട്ടാണ്. അനാലിസിസിനെ പറ്റിയിട്ടാണെങ്കിൽ ഏത് സ്റ്റാറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അനാലിസിസ് ചെയ്തത്. SPSSന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സോഷ്യൽ സയൻസ് ആണ്, അല്ലല്ലേ? യെസ്, സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതൊരു സോഫ്റ്റ്വെയർ ആണ്. പണ്ട് മാനുവലി സ്റ്റാറ്റ് ചെയ്യുന്നതിന്
പകരം ഇപ്പം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റി ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഒരു മിനിറ്റ് മെത്തേഡ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. SPSSന്റെ ഫുൾ ഫോം ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. ഓക്കെ ആണോ? Yes, ma'am. അപ്പൊ SPSSന്റെ ഏത് വേർഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കാം, ഏത് സ്റ്റാറ്റി ആണ് എടുത്തതെന്നൊക്കെ ചോദിക്കും. അപ്പൊ സ്റ്റഡിയുടെ റെലവൻസ്, വേരിയബിൾസ്, ഹൈപ്പോത്തസിസ്, മെത്തഡോളജി. ഓക്കെ ആണോ? Yes, ma'am. ഇനി അഞ്ചാമതായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ റിസൾട്ടും കൺക്ലൂഷൻ ആണ്. അത് ഏതൊക്കെ ഹൈപ്പോത്തസിസ് നിങ്ങൾ റിജക്ട് ചെയ്തു, ഏതൊക്കെ അക്സെപ്റ്റ് ചെയ്തു, എന്താണ് നിങ്ങളുടെ സ്റ്റഡിയുടെ റിസൾട്ട്, എന്താണ് നിങ്ങൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തത്, ഈ കാരണങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി പറ്റണം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കലും നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിച്ചു വെക്കരുത്. യു കെൻ പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യും. എന്തിനും നിങ്ങൾ ഭയപ്പെടരുത്. ഇവിടെ നിങ്ങൾക്ക് ഒരു വൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പേടി ഞാൻ കുട്ടികളിൽ കാണാറുണ്ട്. നിങ്ങൾ എക്സ്റ്റേണൽ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങൾ ഒരു എക്സ്റ്റേണൽസും ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോ നിങ്ങൾ വട്ടം കറക്കും. ചിലപ്പോ നിങ്ങൾക്ക് അറിയാത്തത് ചോദിച്ചാൽ എന്നൊന്നും പറയരുത്. ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല മാം എന്ന് പറഞ്ഞാൽ മതി, എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സ്റ്റഡീനെ പറ്റിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ലെങ്കിൽ അവർ നിങ്ങളെ വട്ടം കറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തിന് ചെയ്തു, ഇപ്പൊ മേ ബി ആരെങ്കിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാതെ പോയത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ആരോ ഹെൽപ്പ് ചെയ്തതാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ സ്റ്റഡീനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടായാൽ മതി. പിന്നെ അപ്പാർട്ട് ഫ്രം ദിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ മാം എനിക്ക് അറിയില്ല, അപ്പൊ എന്തുകൊണ്ട് അറിയില്ല എന്നൊക്കെ ചിലപ്പോൾ വട്ടം കിടക്കാൻ ചോദിച്ചാൽ മേ ബി ഞാൻ ആ ഭാഗം വായിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തു എന്നുള്ളത്. പേടിച്ചിട്ട് പറയാതെ ഇരിക്കരുത്. കാരണം മാർക്ക് ഇച്ചിരി കുറയുന്നുള്ളൂ, അവര് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് ഒരു ചെയ്യാനുള്ള റൈറ്റും ഇല്ല. പക്ഷെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ പിന്നെ തട്ടിണ്ണ വിളക്കൊന്നും കാണിക്കരുത്. വളരെ പൊളായിട്ട് മാം എനിക്ക് അത് അറിയില്ല, ഐ തിങ്ക് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, പിന്നെ അല്ലെങ്കിൽ കേട്ടതാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് എനിക്കറിയില്ല. SPS എനിക്ക് അറിയില്ല എന്ന് ഫുൾ ഫോം ഞാൻ ധൈര്യപൂർവ്വം മനസ്സറ എനിക്ക് അറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്തോ ആണ്, എനിക്ക് ഫുൾ ഫോം അറിയില്ല, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ എന്റെ സ്റ്റഡീനെ എവിടെ എന്ത് ചോദിച്ചാലും എനിക്കറിയായിരുന്നു. അതാണ് നിങ്ങളുടെ റിസൾട്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ കൺക്ലൂഷൻ. അത് നിർബന്ധമായിട്ടും ഏതൊക്കെ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തു. ഇപ്പൊ എന്റെ സ്റ്റഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഹൈപ്പോത്തസിസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് 5 ഹൈപ്പോത്തസിസ് എങ്ങാനും ഉണ്ടായിരുന്നു. അതിന്റെ 5 ആണോ നോക്കട്ടെ, 4 എണ്ണമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഈ 4 എണ്ണം എനിക്ക് അന്ന് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ സ്റ്റഡിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പോ എല്ലാ സ്റ്റഡിക്കും നമുക്ക് പറയാം ഒരു ലിമിറ്റേഷൻ കേട്ടോ മാം അല്ലെങ്കിൽ സർ, ഇത് ക്വസ്റ്റ്യനിയർ വഴി ചെയ്തൊരു സ്റ്റഡി ആണല്ലോ, അപ്പോ എല്ലാവരും സത്യം തന്നെയാണോ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെയർ പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ പറയാം, പോപ്പുലേഷനെ കണ്ടെത്താനും ക്വസ്റ്റ്യനിയർ ഷെയർ ചെയ്യാനും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള പോലെയൊക്കെ പറയാം. എല്ലാ സ്റ്റഡിയുടെ ഒരു ലിമിറ്റേഷൻ ആണ് കേട്ടോ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ സ്റ്റഡി.
അതായത് ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കുകയാണല്ലോ, അവർ എത്രത്തോളം സത്യം പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ സ്റ്റഡി ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല, ആ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നിങ്ങളെ സ്റ്റഡി കാരണം എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അതായത് എന്തെങ്കിലും ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന എന്റെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന സമൂഹത്തിന് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ഇംപ്ലിക്കേഷൻസ് ആണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ചുകൂടി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരാം. അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി ഷെൽട്ടർ ഹോംസ്, ജോലി അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് മുഖ്യധാരയിൽ എത്തിക്കാം. അവര് മനുഷ്യരാണ്. അപ്പൊ അങ്ങനത്തെ ഇംപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റഡി കാരണം സമൂഹത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഇംപ്ലിക്കേഷൻസ് ഇതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറയാൻ വേണ്ടി ശ്രമിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സജഷൻസ് ഫോർ ദ ഫ്യൂച്ചർ റിസർച്ച്. ഫ്യൂച്ചർ റിസർച്ചിലേക്കുള്ള സജഷൻസ് എന്തൊക്കെയാണ്? ഈ റിസർച്ച് ആരെങ്കിലും വീണ്ടും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ ഉള്ളത്? അപ്പൊ എല്ലാത്തിലും നമുക്ക് പറയാം കുറച്ചുകൂടി സാമ്പിൾസിന് ഉൾപ്പെടുത്താം എന്നുള്ളത് എല്ലാ സ്റ്റഡിയിലും നമുക്ക് പറയാം. ഇത്ര ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കുറച്ചുകൂടി സാമ്പിൾസിന് ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് പറയാം ഒരു പിന്നെ നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നത് സാമ്പിൾസിന് വെച്ചിട്ട് കൺട്രോൾ സ്റ്റഡി അല്ല. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ, ദ സ്റ്റഡി ക്യാൻ ബി റീഡിസൈൻ ടു ഇൻക്ലൂഡ് മോർ സബ്ജക്ട്സ്, കൺട്രോൾ ഗ്രൂപ്പ് ഫ്രം എ വൈഡർ ജോഗ്രഫിക്കൽ ഏരിയ. ഇവിടെ സോണിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനെയർ എടുക്കുമ്പോൾ മലയാളത്തിൽ ശരിക്കും മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരുടെങ്കിലും ഗൈഡൻസിൽ വേണം മലയാളത്തിലേക്ക് ആക്കാൻ. നമ്മുടെ തോന്നിയ പോലെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് കൊടുക്കരുത് ക്വസ്റ്റ്യനെയർ. അതാണ് അവർ ഉദ്ദേശിക്കുന്ന അതേ സാധനം തന്നെ വരണം. അപ്പോ ഒരു ഫ്യൂച്ചർ സജഷൻ പറയുകയാണെങ്കിൽ കുറെ സബ്ജക്ട്സിന് ഉൾപ്പെടുത്താം. വൈഡർ ജോഗ്രഫിക്കൽ ഏരിയ, ഇപ്പൊ ഞാൻ കോഴിക്കോട് മാത്രമാണ്, കേരളം മൊത്തം ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഉൾപ്പെടുത്താം. അതൊരു ഫ്യൂച്ചർ സജഷൻ ആണ്. കുറച്ചുകൂടി ആളുകളെ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ വേറൊരു സജഷൻ പറഞ്ഞാൽ, ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു 50 ട്രാൻസ് വുമൺ, 50 ട്രാൻസ് മെൻ, ഈ രീതിക്കും എടുക്കാം. അതും ഒരു സജഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ റിസർച്ച് ഭാവിയിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഫ്യൂച്ചറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന സജഷൻസ് ഏതൊക്കെയാണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വൈവേയില് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാന് പറയാട്ടോ, ഇത്രയും എന്തായാലും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ സ്റ്റഡിയുടെ റെലവൻസ് എന്താണ്, എന്താണ് വേരിയബിള്, എന്താണ് ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിള്, നിങ്ങളുടെ സ്റ്റഡിയുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്, ആ വേരിയബിൾസിനെ പറ്റി നിങ്ങൾക്ക് ധാരണ വേണം. ഇപ്പൊ ഞാൻ എടുത്ത സെൽഫ് കമ്പാഷൻ എന്താണെന്ന് എനിക്കറിയാം, ഡിസ്ട്രസ് ടോളറൻസ് എനിക്കറിയാം, എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് എനിക്കറിയാം. ആരാണ് ട്രാൻസ്ജെൻഡേഴ്സിന്? വൈവയ്ക്ക് റിപ്ലൈ മലയാളത്തിൽ പറയാം, പക്ഷേ ഡെഫിനേഷൻ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എസ്പെഷ്യലി വേരിയബിൾസ്, ഹൈപ്പോത്തസിസ് എന്നാണ്. ഹൈപ്പോത്തസിന്റെ ഡെഫിനേഷൻ സിമ്പിൾ ആണ്. ദ ടെന്റേറ്റീവ് ആൻസർ ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ ഇസ് നോൺ ആസ് ഹൈപ്പോത്തസിസ്. ടെന്റേറ്റീവ് ആൻസർ ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ ഇസ് നോൺ ആസ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എത്രയുണ്ട്? നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. റിജക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിന് H0 എന്നും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന് H1 എന്നും നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പൊ നിങ്ങളുടെ സ്റ്റഡിയുടെ നൾ ഹൈപ്പോത്തസിസ് ഏതൊക്കെയാണ്, നിങ്ങളുടെ സ്റ്റഡിയുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഉപയോഗിച്ച ക്വസ്റ്റ്യനെയറുകൾ, അതിന്റെ റെലവൻസ്, അതിന്റെ പേര്, അത് ഡെവലപ്പ് ചെയ്ത ആളുടെയൊക്കെ നിങ്ങളുടെ സ്റ്റഡിയിൽ ഉണ്ടാവും. അതൊക്കെ കാണാപ്പാടം പഠിച്ചോളാം. നിങ്ങൾ ഏത് സാമ്പിളിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അവരെ പറ്റി ഇപ്പൊ അഡോളസൻസ് ആണെങ്കിൽ 14 മുതൽ 17 വയസ്സ് വരെയുള്ളവരാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ അത് കളക്ട് ചെയ്തിട്ടുള്ളത്, അതിനൊക്കെ പറ്റി അറിഞ്ഞിരിക്കുക. ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അനാലിസിസ് ആണെങ്കിലോ ഏത് SPS ഏത് വേർഷനാണ്, ഏത് സ്റ്റാറ്റിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പൊ ഏത് സ്റ്റാറ്റി ആണെന്നുള്ളത് പറയാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റി ചോദിക്കും, പറയാം. മാം, ഇപ്പൊ സിഗ്നിഫിക്കൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാല് എന്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? എന്ത് സിഗ്നിഫിക്കൻസ് എനിക്ക് മനസ്സിലായില്ലേടാ?
നമ്മ ഇപ്പൊ റിസൾട്ട് നമുക്ക് നമ്മ റിസർച്ച് ചെയ്തില്ല, റിസൾട്ട് ഓപ്പോസിറ്റ് ആയിട്ടാ വന്ന. അപ്പൊ അത് അങ്ങനെ കിട്ടി എന്നുള്ളത് പറയാം. എനിക്ക് ചെയ്തപ്പോ അങ്ങനെ കിട്ടിയതാണെന്ന്. നമുക്ക് അങ്ങനെ ഇന്നതേ കിട്ടി, അതിനാണല്ലോ റിസർച്ച് ചെയ്യുന്നത്. എന്റെ ചിലപ്പോ നമ്മൾ നന്നായി അക്സെപ്റ്റ് ചെയ്യേണ്ടി വരാം. അതങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ മാം. ഞാൻ ഇവിടെ സ്റ്റാറ്റി ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് പിയേഴ്സൺസ് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ്, പിന്നെ റിഗ്രഷൻ അനാലിസിസും ആണ്. ഇതെന്തൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച സ്റ്റാറ്റി മെത്തേഡെങ്കിൽ എനിക്ക് അറിഞ്ഞിരിക്കണം. ഞാനിവിടെ ഉപയോഗിച്ചത് പിയേഴ്സൺസ് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷനും റിഗ്രഷൻ അനാലിസിസും ആണ്. കോറിലേഷന്റെ പ്രത്യേകത -1ന്റെയും +1ന്റെയും ഇടയ്ക്കായിരിക്കും റിസൾട്ട്. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയ്ക്കായിരിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ച 2 സ്ട്രാറ്റജി എന്താണെന്നും എനിക്ക് കിട്ടിയ വാല്യൂ എന്താണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ SPSS ഏത് വേർഷൻ ആണ് ഉപയോഗിച്ചതും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? പിന്നെ നിങ്ങളുടെ റിസൾട്ട്, കൺക്ലൂഷന്, പിന്നെ നിങ്ങളുടെ സ്റ്റഡിക്ക് ഏതെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ട് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ കൊടുക്കാം, ഫ്യൂച്ചർ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. എഴുതി തന്നെ പറയട്ടോ, ടൈപ്പ് ചെയ്യാ. ഒരു ചെറിയ കോൺഫിഡൻസ് വന്നോ വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്? എല്ലാരും ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ പറയുന്ന എന്റെ 2 വീഡിയോസ് ഉണ്ട്. എങ്ങനെ പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറയുന്ന വീഡിയോസ് ആണ്. അതുകൂടെ ഞാൻ അയച്ചുതരാം ഗ്രൂപ്പിൽ. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ ടേംസിനെയൊക്കെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവും. വെരി ഹാപ്പി, എല്ലാവർക്കും കോൺഫിഡന്റ് ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഈ പറയുന്നതിനെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം വായിച്ചൊക്കെ ഒരുപാട് എന്താ പറയാ കൈ പിടിച്ച് പിരിക്കുക. നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കും. ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞാൽ കയറുന്നതിന് മുന്നേ വളരെ കൂളാവാ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ പ്രാണായാമം എന്ന് പറഞ്ഞ ഒരു ബ്രീതിങ് എക്സസൈസ് ഉണ്ട്. കൂളായിട്ടിരിക്കുക. ദിസ് ജസ്റ്റ് എൻ എക്സാം. ഞാനിത് ടെൻഷൻ അടിച്ചപ്പോ എനിക്ക് പറയുന്നത് കൂടി പറയാൻ പറ്റൂല. ഞാൻ കൂളായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് കിട്ടും, കിട്ടുന്നതേ കിട്ടും. അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോ പേടിക്കരുത്. നമുക്ക് അറിയാത്ത പലതും ഈ വരുന്ന എക്സ്റ്റേണൽസിന് അറിയാം. അവർ വേണമെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കാൻ എന്തും ചോദിക്കും. നിങ്ങൾക്ക് അറിയാത്ത അറിയാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പം അവർക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. ഓക്കെ ആണോ? ഇതല്ലാണ്ട് സൈക്കോളജി ആരാണ്, സൈക്കോളജിയുടെ ഫാദർ ആരാന്നൊക്കെ ചോദിക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഡിസർട്ടേഷൻ മാത്രമാണ്. ഇനി പ്രാക്ടിക്കലിന്റെ കൂടെ അറിയണ്ടേ? നമുക്ക് പ്രാക്ടിക്കലിന്റെ കൂടെ ക്ലാസ് വെക്കണ്ടേ? ഒരു ഏറ്റവും കൂടുതൽ സാധ്യത വരാനുള്ള ടഫ് ആയിട്ടുള്ള 1-2 പ്രാക്ടിക്കൽ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാം. ആൻഡ് ഫോർ 6th sem we are starting a free series for your sem exam also. So ഗ്രൂപ്പിൽ എപ്പോഴും ആഡ് ആയിട്ട് ഇരിക്കുക. കാലിക്കറ്റാരാണ് പറയുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും കുറച്ചൊക്കെ ധാരണ കിട്ടിയില്ലേ? വൈവ എങ്ങനെ ഒന്ന് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളത്? നിങ്ങള് സൈക്കോളജിസ്റ്റ്, ബഡിങ് സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വൈവ, കാരണം നമ്മൾ ആദ്യം മുതൽ നമ്മളടുത്ത് വിഷമങ്ങൾ പലതും പറയാൻ വരുന്നവരാണ്. അപ്പോ നമ്മൾ കേട്ടിരിക്കാനുള്ളവരാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പതറാൻ പാടില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും പതർച്ച തോന്നുകയാണ്, ഈ പണി എനിക്ക് പറ്റിയതാണോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് നിങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്, അഫാസ് വെൽനസ് ആൻഡ് സൈക്കോളജി ഈസ് ഓൾവേസ് വെൽക്കം ടു അഡ്രസ് യു ആൾ. നിങ്ങൾ എല്ലാരെയും ക്ഷണിക്കുകയാണ്. അപ്പൊ നല്ല രീതിക്ക് നിങ്ങളുടെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കൂടെ അയച്ചുതരാട്ടോ. വൈവനെ കുറിച്ച് ഇപ്പോൾ പിടിയില്ലായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. യെസ്, +2 കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വൈവയ്ക്ക് ഒരു ക്ലാസ് കൊടുക്കണം. കാരണം കുട്ടികൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുകയും ഭയങ്കര പേടിക്കുന്നൊക്കെ ആവാം. കാരണം അവരോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു അവരറിയില്ല. അപ്പൊ നമ്മളെ സ്റ്റഡീനെ പറ്റിയ ഒരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ അവര് ഇതൊക്കെയാണ് ചോദിക്കാൻ പറ്റും. പിന്നെ കുറച്ച് എല്ലാത്ത ക്വസ്റ്റ്യൻസും ചോദിക്കാം. പക്ഷെ അറിയാത്തത് അറിയില്ല എന്ന് കോൺഫിഡൻസ് പറഞ്ഞാൽ മതി. അല്ല അത് വെറുതെ ചില കുട്ടികളുണ്ട് ഇങ്ങനെയൊക്കെ ആക്കുന്ന, അതിന്റെ ആവശ്യമില്ല. അത് അറിയാത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത് പഠിച്ചിരുന്നു, എനിക്ക് മറന്നുപോയെന്നാണ് തോന്നുന്നത്.
അപ്പൊ നമ്മുടെ പ്രീ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് ഈ സെഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ഫീഡ്ബാക്ക് ഗ്രൂപ്പില് മറ്റുള്ള കുട്ടികൾക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു സെഷനുമായി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. പറയൂ. ഹലോ, നമുക്ക് ഇഗ്നോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളെ തന്നെ വെക്കണമെന്നുണ്ടോ? എന്തോ ഇഗ്നോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡിനെ തന്നെ വെക്കണമെന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് അത് ഞാൻ ഗ്രൂപ്പിൽ പറയാട്ടോ, അതിന്റെ ഡീറ്റെയിൽ ഞാൻ അപ്പൊ ഇനി പ്രാക്ടിക്കൽ സെഷനുമായിട്ട് വീണ്ടും കാണാട്ടോ. വൈകിട്ടാണോ? ഇന്നല്ല, മിക്കവാറും നാളെയോ അല്ലെങ്കിൽ മൺഡേയോ, അങ്ങനെയാണ് പ്ലാൻ. മാം, ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് ഇന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. താങ്ക് യു മാം. മാം, ഇന്റേൺഷിപ്പിന്റെ ഓൺലൈൻ ആയിട്ടല്ലേ? ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാനും. ഓൺലൈൻ ഇനി എപ്പോഴാണ് അടുത്ത സെഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പം ഓഫ്ലൈൻ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓൺലൈൻ ഈ ഒരു മന്ത് മാത്രമാണ് ഉള്ളത്. ഈ ബാച്ചിൽ ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം ഏപ്രിൽ മുതൽ നമ്മൾ ഓഫ്ലൈൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും കേട്ടോ. താങ്ക് യു മാം. ബൈ.